സോറി ആൻഡ് താങ്ക് യു നെയ്മർ. ഇതുപോലൊരു യാത്രയപ്പായിരുന്നില്ല നിങ്ങളുടെ പ്രതിഭ അർഹിച്ചിരുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും മഞ്ഞയും നീലയും പച്ചയും കലർന്ന ജേഴ്സിയെ നെഞ്ചോട് ചേർത്ത് ഞാനൊരു കട്ട ബ്രസീൽ ഫാനാണെന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞിട്ടുണ്ടോ? അന്ന് ചുറ്റുമുള്ളവരിൽ നിന്ന് ആദ്യം കേട്ട ചോദ്യം നിനക്ക് ബ്രസീലിയൻ ഫുട്ബോളിനെ കുറിച്ച് എന്തറിയുമെന്നായിരിക്കും. ബ്രസീലിന്റെ പ്രതാപകാല ഫുട്ബോൾ ഇതിഹാസങ്ങളെക്കുറിച്ചോ അവരുടെ കേളി ശൈലിയെക്കുറിച്ചോ നിങ്ങൾക്ക് വ്യക്തമായി ഒന്നും അറിയില്ലെങ്കിൽ പോലും ഒരിക്കലെങ്കിലും നെയ്മർ ജൂനിയർ എന്ന അത്ഭുത പ്രതിഭയുടെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാനറിപ്പടയുടെ പ്രതാപകാല ഫുട്ബോളിന്റെ തുടർച്ചയായിരുന്നു എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജോഗോ ബൊണീറ്റ എന്ന സുന്ദരകലയുടെ ട്രാൻസിഷൻ സ്റ്റേജും ദി എൻഡുമാണ് നെയ്മർ എന്ന മജീഷ്യൻ. ബ്രസീലിയൻ സീങ്ക ഫുട്ബോൾ ശൈലിയുടെ അവസാനത്തെ കണ്ണി. സീങ്ക ഫുട്ബോൾ ശൈലിയെ ഉപേക്ഷിച്ച് യൂറോപ്യൻ ഫുട്ബോളിന്റെ ആകർഷണത്തിലേക്ക് ബ്രസീൽ എന്നു തൊട്ട് ചുവടുവെക്കാൻ തുടങ്ങിയോ അന്ന് ഇടറിയ പാദമുദ്രകളാണ് അവരുടേത്. ബ്രസീൽ എന്ന ലെഗസി, സുന്ദരമായ ഫുട്ബോളിന്റെ തുടർച്ച, അതിന് തുടർച്ച ഏതുമില്ലാതെ വേറിട്ട് പോകുന്ന കാഴ്ച ദുഃഖകരമാണ്. ആ നഷ്ടബോധത്തെ കാനറിപ്പടയുടെ ദീർഘനാളത്തെ കിരീടമില്ലായ്മയുമായി ചേർത്ത് വായിക്കപ്പെടേണ്ടതല്ല. ജോഗോ ബൊണീറ്റയെ സംരക്ഷിക്കേണ്ടവരുടെ ദിശാബോധമില്ലായ്മയും വരും തലമുറകൾക്കായി ഗ്രാസ് റൂട്ടിൽ ഒന്നും ചെയ്യാതിരുന്ന മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ പിടിപ്പുകേടായേ കാണേണ്ടതുള്ളൂ. നെയ്മർ, നിങ്ങൾ ഇനി വിശ്രമിക്കൂ. ബ്രസീൽ എന്ന കനപ്പെട്ട ലെഗസിയുടെ ഭാരം ചുമലിൽ നിന്നിറക്കി ഇനിയും ക്ലബ് ഫുട്ബോളിനൊപ്പം തുടരൂ. കളിക്കാരനായി ബ്രസീലിന്റെ ഈ ജേഴ്സിയിൽ നിങ്ങൾക്ക് ശോഭിക്കാനായില്ലെങ്കിൽ അതൊരു താരത്തിന്റെ മാത്രം കുറവായി കാണേണ്ടതില്ല. ബ്രസീലിന്റെ ഭാവി തലമുറയ്ക്ക് ഇനിയും നിങ്ങൾ ആവശ്യമുണ്ട്. രാജാവാകേണ്ടയാൾ രാജകുമാരൻ എന്ന ലേബലിൽ ഒതുങ്ങി മഞ്ഞക്കുപ്പായം അഴിച്ചിരിക്കുന്നു. സാമ്പ ചുവടുകളെ 2020 കടത്തുന്നത് വിനിയും റോഡ്രിഗോയും എൻട്രിക്കുമൊക്കെയാണ്. ഭൂമിയുള്ള കാലത്തോളം അവസാനിക്കാതിരിക്കട്ടെ ആ കാനറി ചന്തം. അറ്റാക്കിംഗ് സ്ട്രോങ് ഏരിയ ഒരു ടീമിലെ കളിക്കാരെ കൊണ്ട് സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് കളിപ്പിക്കാനും അതുവഴി ആവശ്യമില്ലാത്ത സമ്മർദ്ദം ക്ഷണിച്ചു വരുത്താനും തീരുമാനിച്ച കാർലോ ആൻസലോട്ടിയുടെ ടാക്ടിക്സ് തന്നെയാണ് ഈ തോൽവിയിലെ പ്രതി. തോറ്റു എന്നത് മാത്രമല്ല, കളിയിലെ മൊത്തം പാസുകളുടെ എണ്ണം നോർവേക്കാൾ പകുതി മാത്രമേ ഉള്ളൂ എന്നതും എല്ലാ കാലത്തും ഈ കോച്ചിനെ ശപിക്കാൻ ബ്രസീലിയൻ ഫാൻസിന് ഒരു കാരണമാകും. റൗണ്ട് ഓഫ് 32-ൽ ഐവറി കോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുവിട്ട ഒരു ടീമിനോടാണ് ഇത്രയും മോശം കളി കളിച്ച് ബ്രസീൽ തോറ്റതെന്നത് പന്ത് കളി ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അരിശം കൊള്ളിക്കും. സമ്മർദ്ദത്തിന് വഴങ്ങാതെ കളി കൈപ്പിടിയിലൊതുക്കിയ ഹാലൻഡിന്റെ ഫിനിഷിംഗ് മികവിനെയും അത്യധ്വാനം ചെയ്ത് കളിച്ച മാർട്ടിൻ ഒഡേഗാർഡിനെയും വിനീഷ്യസ് ജൂനിയറിന്റെ വർക്ക് ഏരിയ അടച്ചിട്ട റയേഴ്സണെയും ഹെഗം, അയർ ഡിഫൻസീവ് മതിലിനെയും കൂടി അഭിനന്ദിച്ചേ മതിയാകും. റഫീഞ്ഞ ആരോഗ്യം വീണ്ടെടുത്തിട്ടും ഡിഫൻസ് കളിക്കാൻ കൂടിയുള്ള മികവ് പരിഗണിച്ച് റയാനെ നിലനിർത്തിയ, കൃത്യമായൊരു അറ്റാക്കിംഗ് പ്ലാൻ ഇല്ലാതെ കളിയൊരുക്കിയ, മിഡ്ഫീൽഡർമാർക്കും ഡിഫൻഡർമാർക്കും ആവശ്യമില്ലാത്ത സമ്മർദ്ദം നൽകിയ ആൻസലോട്ടിയെ നമുക്ക് പഴിക്കേണ്ടതുള്ളൂ. ലോകകപ്പില്ലാതെ നെയ്മർ എന്ന ഇതിഹാസം വിടവാങ്ങുന്ന വേദനക്കാഴ്ചയിൽ ബ്രസീൽ നമുക്ക് വിട ചൊല്ലാം. ബ്രസീലിയൻ യെല്ലോ ജേഴ്സിയിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ, ഗോൾ വേട്ടയിൽ സാക്ഷാൽ പെലെയെയും പിന്നിലാക്കിയ പ്രതിഭ, ബോഗോ ജോണീറ്റ എന്ന ബ്രസീലിയൻ ഫുട്ബോൾ ചാരുതയെ അതിന്റെ സകല പ്രതാപങ്ങളോടും കൂടി നാളിതുവരെ കാലുകളിൽ ആവാഹിച്ചു വന്ന ഇതിഹാസമേ, താങ്ക് യു ആൻഡ് സോറി ടു.